ഹായ് ആർമീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഒരുപാടായാലും തമ്മിൽ കണ്ടിട്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റോറി ഉന്തനരികിൽ എന്ന സ്റ്റോറിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ താങ്ക്സ് പറയാണ്. ഉന്തനരികിൽ എന്ന സ്റ്റോറിക്ക് മുന്നേ നമ്മളൊരു സ്റ്റോറി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത സ്റ്റോറി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിന്നിൽ ഞാൻ എന്നിൽ നീ എന്ന സ്റ്റോറിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോറിയിൽ മുത്തശ്ശി എന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരുടെ പിക്ക് ഞാൻ കൊടുത്തിരുന്നത് പ്രായമായിട്ടുള്ള ഒരാളായിട്ടാണ്. ബട്ട് അതുപോലെ വേറൊരു പിക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ പിക്ക് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ, ഉന്തനരികിൽ എന്ന സ്റ്റോറിക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ ഈ സ്റ്റോറിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഹായ് വൈക്ക, എവിടെയായിരുന്നു? കാണാനില്ലല്ലോ നിന്നെ. ഹായ് ഡി, വല്ലപ്പോഴും ക്ലാസ്സിലോട്ട് വരണി, അപ്പോഴാ എന്നെയൊക്കെ കാണും. ആ, അത് തന്നെ എനിക്കും പറയാനുള്ള. ക്ലാസ് തന്നിട്ട് ഞാൻ ഇതുവരെ ലീവാക്കിയിട്ടില്ല. നീ ഇന്നല്ലേ ഡി ക്ലാസ്സിലോട്ട് വരുന്നേ മടിച്ചി? തേച്ചിനി എന്നെ മടിച്ചി നിന്നാണ് വിളിച്ചാണല്ലോ. നീ ഒന്ന് കൂടി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വിളിക്കും. അല്ല, ഇതാരാടി വൈക? ആ, ഇന്നലെ മിസ് പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരാൾ വരുന്നുണ്ടെന്ന്. താനാണോ അത്? അതെ, ഞാൻ തന്നെയാ. ഓ എന്റെ വൈക്കു, നീ വന്നോ? എവിടെയായിരുന്നു മുത്തേ? കാണാനില്ലല്ലോ. ജാക്സ, എന്നെ ലുക്കാണോ നിന്നെ കാണാൻ? വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ആവോ? ആ, ഇപ്പൊ മനസ്സിലായോ? ഞാൻ നിന്നെ പോലെയല്ല, ഞാൻ ഭയങ്കര ലുക്കാണ്. ഓ അതെ അതെ, ദേ ഇത് ഗൗരി. ഗൗരി? ഓ ഗൗരി, ഐ ആം ജാക്സൺ. ഫസ്റ്റ് ബെല്ലടിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ഗൗരി. ആ, ഓക്കെ. An economy is a system which provides people means to work. എന്താടി ഇത് ഇന്നെങ്ങാനും തീരും എൻ്റെ വൈക? അതേടി, ഇതെപ്പോ തുടങ്ങിയ ഇത് ഇന്നെങ്ങാനും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് അവർ തൊട്ട് കേൾക്കുന്ന ദേ ഇപ്പൊ ലഞ്ചിന് ടൈമായി, ഇയാൾ ഇന്നെങ്ങാനും നിർത്തും. എനിക്ക് മടുത്തു. അതെ, എനിക്ക് മടുത്തു. ഇരുന്നിരുന്നെൻ്റെ പേക്ക് വേദനിച്ചിട്ട് വയ്യ. യെസ് ഗൈസ്, ഇനി ഇരുന്ന എൻ്റെ ചന്തി പെഞ്ചിലൊട്ടുന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ, പിള്ളേരെല്ലാം പോയി. നിന്റെ ഏട്ടൻ ഇന്നെങ്ങാനും വരുമോ? അറിയില്ലാടി, നിനക്ക് ടൈം വൈകുന്നുണ്ടെങ്കിൽ നീ പൊക്കോട്ടോ, ഞങ്ങൾ പൊക്കോളാം. ഇപ്പൊ പോവും. എന്റെ ഏട്ടനെ കാണാണ്ട് അവള് പോവില്ല. എന്റെ പൊന്നു വൈക, പണ്ടെങ്ങാണ്ട് പുറകെ നടന്നുള്ളത് ശരിയാടി, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങേരോട് അങ്ങനെയൊന്നുമില്ല. ഇവളുടെ ഏട്ടന്റെ പുറകെ നീ നടന്നു? ഓ മൈ ഗോഡ്. 2 ഏഴ്സും ഇവിടെ നിർത്താം, പിന്നെ ഏട്ടൻ വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും. നിന്റെ ഏട്ടനോട് പറയാൻ മാത്രം ഞങ്ങളൊന്നും നിന്റെ ഏട്ടനെ പറഞ്ഞില്ലല്ലോ വൈക. അവരോട് ഞാൻ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? ആ, ദേ നിൽക്കുന്നു. നിങ്ങളോട് ഫ്രണ്ടിൽ നിൽക്കാനല്ലേ പറഞ്ഞത്? അവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണല്ലോ നിൽക്കുന്നത്. അത് പിന്നെ പിള്ളേരെല്ലാം പോയില്ലേ ഏട്ടാ, അതാ ഞങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നെ. ആ, നീയല്ലേ കൂടെയുള്ളേ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ എന്നാ ശരി വൈക ഗൗരി, നമുക്ക് നാളെ കാണാം. ബൈ. ആടാ, ഓക്കെ, ബൈ. ബൈ ചെനി. തറവാട് ലക്ഷ്യം വെച്ച് കാറ് മുന്നോട്ട് നീങ്ങി. എന്തു പറ്റി? രണ്ടും എന്താ സൈലന്റ് ആയിരിക്കുന്നത്? ഗൗരിക്ക് എന്താ കോളേജൊന്നും ഇഷ്ടമായില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ, അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇയാൾക്ക് ഇയാളുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ അവർക്ക് എന്റെ കാര്യം നോക്കുന്നേ? കടുവ. ആ ചോദ്യം ഗൗരിക്ക് പിടിച്ചില്ലെന്ന് മനസ്സിലാക്കിയ ഗൗതമൊന്നും പുഞ്ചിരിച്ചു. അല്പസമയത്തിനകം കാർ തറവാട്ടിലേക്ക് പ്രവേശിച്ചു. ദേ നോക്കി, മക്കള് വന്നു. ആഹാ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും എത്തിയോ? ആഹാ, ഞങ്ങളെ പറ്റി സംസാരിച്ചിരിക്കായിരുന്നോ? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? വൈക മോളെ, കുറുമ്പിച്ചിട്ട് കൂടുന്നുണ്ട് നിനക്ക് കേട്ടോ. അല്ല എന്റെ ഗൗരിക്കുട്ടിയെ, എങ്ങനെയുണ്ട് കോളേജൊക്കെ? അടിപൊളി മുത്തശ്ശ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അല്ല ഗൗതമോനു, നീ നേരത്തെ ഇറങ്ങിയോടാ? ആ മുത്തശ്ശ, ഇവരെ കൂടെ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞിരുന്നു, അതാ ഞാൻ നേരത്തെ ഇറങ്ങിയത്. അല്ല മുത്തശ്ശ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ, എവിടെ പോയി എല്ലാവരും? ആ, അവരൊക്കെ അകത്തുണ്ട്. മക്കള് ചെല്ലേ, ക്ഷീണിച്ചു വന്നേല്ലേ.
അപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോഴേ അടുത്തൊരു കുഞ്ഞ് വേണ്ടെന്നാ ഏട്ടൻ പറഞ്ഞു. എന്നെ ചെയ്യാനാ, അപ്പോഴൊന്നും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഗൗതമിനെ നീ കുഞ്ഞിനെ കണ്ടതല്ലേ, ഗൗതമിന്റെ കാര്യമെല്ലാം ഗൗരിയുടെ അടുത്ത് നീ പറഞ്ഞിട്ടുണ്ടല്ലേ. ഹായ് മമ്മാസ്, വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് ചിരിയും ബഹളമൊക്കെ? ഞങ്ങളോടും കൂടെ പറ. ആഹാ വന്നല്ലോ, വേറെ ആരെ കുറിച്ച് പറയാൻ? നിങ്ങളെ പറ്റി തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ല മമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുന്ന് കോളേജിലോട്ട് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ? ആ അതേലോ, അതിനെന്താടി? അപ്പൊ പിന്നെ നടന്നു പോയാ പോരെ, ചുമ്മാ എന്തിനാ ഗൗതമേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നെ? ആ മോനു വാടാ, ഇരിക്കും, അമ്മ ചായ എടുക്കാം. ഇരുന്നിടത്ത് നിന്ന് ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാനെല്ലാം കേട്ടു എന്ന എക്സ്പ്രഷനുമായിട്ട് ഗൗതം നിൽക്കുന്നു. കേട്ടോ കേട്ടില്ലേ എന്ന മട്ടിൽ ഗൗരി നിന്നു. ആഹാ, അപ്പക്കുട്ടിക്ക് ഏട്ടനോട് ബഹുമാനമൊക്കെ ഉണ്ട് അല്ലേ? അതിന് പറ്റിയൊരു മോന്ത. എന്ത്? ഏയ് ഒന്നുമില്ല. ആ മോനു, അവര് പറയാ നാളെ അവര് നടന്നു വന്നോളാണ്. ആ, അത് നല്ലൊരു കാര്യമ്മ. എന്നെ എനിക്ക് കുറച്ചു നേരം ഓഫീസിലിരിക്കാലോ. അവരെ തനിച്ച് വരുന്നെങ്കിൽ വന്നോട്ടെ. അങ്ങനെയൊന്നും ഉണ്ടല്ലേ? എന്നാ അത് വേണ്ട കേട്ടോ. പൊന്നു മോന്, അവരെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വന്നാൽ മതി. എന്നാലും നീ നേരത്തെ കാലത്തെ വീട്ടിലോട്ട് കയറും. ഗൗരി മോളെ, ഇനി അവന്റെ ബുദ്ധിമുട്ട് നീ നോക്കണ്ട, അവനിതിനൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ പൊന്നമ്മേ, ഒരെണ്ണത്തിനില്ല, ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിന് ഞാൻ സഹിക്കണം. എന്നെ കൊണ്ടൊന്നും വയ്യ. ഈ വൈക ഇത്രയും കാലം നിന്റെ ഏട്ടൻ നിന്നെ സഹിക്കായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്? ഓഹോ, അപ്പൊ ഇത്രയും കാലം ഏട്ടൻ നിന്നെ സഹിക്കാന്നല്ലേ? പാറൂസെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിനക്ക്. എന്റെ പൊന്നു വൈക, അവൾ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ? അല്ല ആന്റി, അവൾ പറഞ്ഞതിന് കാര്യമുണ്ട്. ഇത്രയും കാലം ഏട്ടൻ ഞാൻ സഹിക്കാന്നല്ല പറഞ്ഞ. എല്ലാവരും മുമ്പിലും എൻ്റെ ഏട്ടൻ വലിയ ആളാ, എൻ്റെ ഏട്ടൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ പൊന്നു കുഞ്ചുസെ, എന്താ അത് കുഞ്ഞി പിള്ളേരെ പോലെ? രണ്ടും കണ്ട കീരിയും പാമ്പിനെയും പോലെയാ. അതെ അതെ, ആയിക്കോട്ടെ, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാം. പോലെ കുഞ്ചൂസെ, പോവല്ലേന്ന്. കുത്തിത്തിരിപ്പാണല്ലേ പണി? ആർക്കാ മോന്? ആൻറ്റിയുടെ മോൾക്ക് തന്നെ, അല്ലാണ്ടാർക്ക്? ഗൗതം, ഇനിയിപ്പോ അടുത്ത ആളോട് നിനക്കെത്ര വയസ്സായിന്ന് വല്ല ബോധമുണ്ടോടാ? കുഞ്ഞി പിള്ളേരെ പോലെ. അപ്പ ആന്റിയുടെ മോൻ എത്ര വയസ്സായിട്ടുണ്ട്? ഈ വരുന്ന മാർച്ചില് 30 വയസ്സാവും ആൾക്ക്. പറഞ്ഞിട്ടെന്താ, എപ്പോഴും കൊച്ചു പിള്ളേരെ പോലെയാ. 30 വയസ്സോ ഈയാക്കോ? എന്താ മോൾ ആലോചിക്കുന്നേ? എന്നെ കണ്ട 30 വയസ്സാന്ന് പറയില്ല അല്ലേ ഗൗരി? കണ്ട ഒരു 50-52 വയസ്സാന്ന് പറയും. നിക്കടെ. അയ്യോ, എന്നെ കൊല്ലില്ലേ, ഞാനൊരു സത്യം പറഞ്ഞാന്നേ. അല്ല അമ്മ, അമ്മയും മോനും എപ്പോഴാ പോയത്? അവരുച്ച തിരിഞ്ഞ് ഊണൊക്കെ കഴിച്ചിട്ടാ പോയത്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണേ. പോയതെന്തായാലും നന്നായി. മമ്മ, എനിക്കൊന്നും വയ്യ. ഡാഡി എൻ്റെ അടുത്ത് പറയാതല്ലേ ഇവിടുന്ന് പോയെ. വേണമെങ്കിൽ ഡാഡി ഇങ്ങോട്ട് വിളിക്കട്ടെ. എൻ്റെ കൃഷ്ണ, ഈ സംസാരം ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. അതെ, നിങ്ങളെ രണ്ടെണ്ണത്തെയും കോളേജിൽ വിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ വഴിക്ക് പോകാൻ. ആണോ ആൻറ്റി? ഇവിടുന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ? അതേലോ. എന്താ മോളെ? ഏയ് നത്തിങ് മമ്മ. ഓഹോ, എനിക്കിട്ട് വച്ചതാണല്ലേ. ദേ, വരുന്നെങ്കിൽ രണ്ടും വന്നോ, ഇല്ലെങ്കിൽ കാൽനടയായി അങ്ങ് പോകേണ്ടി വരും. അല്ല പിന്നെ പിള്ളേരെത്തിയല്ലോ. ഉമ്മറത്തിണ്ണയിലിരിക്കുന്ന ആളെ കണ്ടതും ഗൗരി ഓടി വന്നു. അപ്പോ ഡാഡിയോടുള്ള പിണക്കൊക്കെ മാറിയോ ഗൗരി? നോ ഡാഡി, എന്താ എൻ്റെ അടുത്ത് പറയാണ്ട് പോയത്?
എവിടെ പോവാണെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നല്ലേ, എന്താ എൻ്റെ അടുത്ത് പറയാണ്ട് പോയേ? എന്റെ മോൾ ഉറങ്ങുമായിരുന്നില്ലേ, അതാടാ. വേണ്ട വേണ്ട, ഇനി ഡാഡി എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. പിന്നെ കോളേജൊക്കെ ഇഷ്ടമായോ നിനക്ക്? വേണ്ട ഡാഡി, വിഷയം മാറ്റാൻ നോക്കണ്ട. എന്തായാലും എൻ്റെ അടുത്ത് പറയാതെ പോയില്ലേ. എന്റെ പൊന്നു മുത്തേ, സോറി ഡി. ഓ, അച്ഛനും മകളും കണ്ടാ പിന്നെ ഈ അമ്മയെ പോലും അവർക്ക് ഓർമ്മയില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വല്ലത് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വാ. ഇതാ വരുന്നു ആൻറ്റി. ഡാഡിയും പോലും വാ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുത്തശ്ശനും മുത്തശ്ശി എന്തിനാ പോയത്? ഇനി എപ്പോഴാ അവർ ഇങ്ങോട്ട് തിരിക്കുക? ഈ ചോദ്യം ചോദിച്ച് രണ്ടെണ്ണം ഇപ്പം ഇടുന്ന് പോയതേ ഉള്ളൂ. അപ്പോഴാ നീ. മുത്തശ്ശിക്ക് വയ്യാണ്ടിരിക്കല്ലേ, കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് തോന്നി, അതാ അവര് പോയത്. ആണോ? എന്നാ രണ്ടുപേരും പോയിട്ട് വരട്ടെ. കുറെ ആയല്ലേ അവരൊരുമിച്ച് പോയിട്ട്. അവര് പോയിട്ട് വരട്ടെ. വേറൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോകണം. ഗൗരിയൊന്നും അവിടെ കണ്ടിട്ടില്ലല്ലോ. അതെ, എനിക്കും അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഞാനും കുറെ ആയില്ലേ പോയിട്ട്. അതൊക്കെ നമുക്ക് പോവാന്നേ. അമ്മ, എനിക്ക് വിശന്നിട്ട് പോയാ എന്തേലും കഴിക്കാടുക്ക്. മോനു അങ്ങോട്ടിരിക്കാം, അമ്മ വിളമ്പിത്തരാം. മോനു നീ അങ്ങോട്ടിരിക്കണം ഗൗതം, ഞാൻ അവരെ വിളിച്ചിട്ട് വരാട്ടോ. ലണ്ടനിലെ ഫ്രണ്ട്സിനൊന്നും നീ വിളിക്കുന്നില്ലെന്ന് എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞു? ഡാഡി, അവർക്കവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഏയ്, 1-2 ഫ്രണ്ട്സ്. ഡാഡിക്കും മക്കൾക്കും വിശക്കുന്നൊന്നുമില്ലേ? ഓ ഉണ്ടെന്നേ, ഞങ്ങള് വെറുതെ സംസാരിച്ചിരിക്കുമായിരുന്നു. എന്നാ കഴിച്ചിട്ട് സംസാരിക്കാം, വാ. ഇതാ വരുവാ. എന്നാ പിന്നെ മക്കളെ, നമുക്ക് വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം, വാ. ഉറങ്ങിയില്ലേ ഇതുവരെ? ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കാണുമെന്ന്. എന്റെ ഭാര്യ വരാത്ത ഞാൻ എങ്ങനെയാടാ കിടന്നുറങ്ങുക? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം? പഴയതുപോലെ തന്നെയാണോ അവിടെയൊക്കെ? അവിടെയൊക്കെ പഴയതുപോലെ തന്നെ. എന്ത് പറ്റി? മുഖത്തിനൊരു വല്ലായ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം എന്റെ പൊന്നു ഭാര്യ? 1-2 ആഴ്ചയല്ലേ നമ്മളൊന്ന് കൂടിയിട്ട്, നിങ്ങൾ വന്നേടി. അയ്യ പോയ മനുഷ്യൻ, നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല. ഒരു കൊച്ചിനെ കിട്ടിക്കാനായി എന്നിട്ട് മരത്തിൽ ചെന്ന് കിടക്കാൻ നോക്ക്. വൈകു, വീട്ടിൽ ചെന്നിട്ട് നിന്റെ പൊന്നാരേട്ടൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിന്നെ പറ്റിയോ? നിന്നെ പറ്റി എന്ത് പറയാനാടി? അല്ല, ഇവിടുന്ന് പോയപ്പോ എനിക്കിട്ടൊരു കൊട്ട കൂട്ടിയിട്ടല്ലേ പോയത്. അപ്പൊ എന്നെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചതാ. ഏയ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞതേടാ. അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിന്റെ അടുത്ത് വന്ന് പറയാം. എന്റെ കർത്താവ്, ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരാള് വന്നത്. ഇവളുടെ മുന്നിൽ ഇവളുടെ ഏട്ടനെ കുറിച്ച് പറയാനേ പറ്റത്തില്ലടി. താൻ കിട്ടിയ എന്റെ ഏട്ടനെ പറഞ്ഞോളെ രണ്ടുകൂടി. ഇത് ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ വേണ്ടത്തില്ല, പോകണം. അയ്യേ വൈകു, ഞങ്ങളൊരു തമാശ പറഞ്ഞില്ലടി. അതെ, അയ്യേ. ഓ, നിങ്ങളുടെ സംസാരം കൊണ്ട് ഞാൻ മറന്നു. ഏട്ടൻ ലഞ്ച് ബ്രേക്കിന് വിളിക്കാൻ പറഞ്ഞതാ, ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ഇതേ സമയം മറ്റൊരിടത്ത്. എടാ ജിതിനെ, ഇനി എത്ര പേപ്പേഴ്സിൽ ഞാൻ സൈൻ ചെയ്യണം? എൻ്റെ പൊന്ന് ഗൗതം, ഈ ഒരു ജോലിയെങ്കിലും നീ മര്യാദയ്ക്ക് ചെയ്യേ. സോറിടാ. അല്ല മുത്തേ, നീ എന്നാ വീട്ടിലോട്ട് വരുന്നില്ലേ? ആടാ, വരാം. ടൈം കിട്ടണ്ടേ? നിന്റെ പണി മൊത്തം നീ എനിക്കല്ലേ തരുന്നേ. സോറി ഡാളിയ, നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നോണ്ടല്ലേ മുത്തേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അതെ അതെ, അതെൻ്റെ വിധിയാടാ മുത്തേ. നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് എന്ന് എൻ്റെ വീട്ടിൽ കൂടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഏട്ടൻ വിളിച്ചിരുന്നു. നമ്മളിന്ന് ഇവരുടെ കൂടെ പോകേണ്ടി വരും. അതെന്താ, നിന്റെ ഏട്ടന് ബിസി ആയോടി? എന്ത് പറ്റി? അതൊക്കെ ഉണ്ട്. എന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, നിന്റെ ചേട്ടൻ വരുന്നുണ്ടല്ലേ? തേടി മുത്തേ, ഇന്ന് എന്റെ ചേട്ടൻ വരും. ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം കാണാൻ പോവാം. നോ കിരൺ, നീ പറയുന്ന പോലെയൊന്നുമല്ല. എടോ ശങ്കർ, എന്റെ മോന് ഒരു കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിട്ടല്ലേ. അവളെ ഒരു ചെറിയ കുട്ടിയാ. ബിസിനസിന് വേണ്ടിയിട്ട് എനിക്ക് അവളെ നിങ്ങൾക്ക് തരാനൊന്നും താല്പര്യമില്ല. ആരാ വിളിക്കുന്നത്? അത് ഫ്രണ്ടാ. ഹലോ, താനിപ്പോ വെക്ക, നമുക്ക് പിന്നെ സംസാരിക്കാം. അയ്യോ, എന്തിനാ കട്ട് ചെയ്തത്? സംസാരിച്ചോളൂ. ഏയ്, അത് കുഴപ്പമില്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ?
അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പരിങ്ങല്. കറക്റ്റ്, ശരിയാ മമ്മി, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഡാഡി പോയി വന്ന ശേഷം നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. ആ, നിനക്ക് തോന്നിയിട്ടുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാ തോന്നിയെന്ന്. രണ്ടുപേർക്കും ഒരേ ഡൗട്ടാണല്ലോ. എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയേ? മമ്മ, ഡാഡി വിഷയം മാറ്റാൻ നോക്കുക. കാര്യമായിട്ട് എന്തോ ഒന്നുണ്ട്. ദേ മനുഷ്യ, ഞാൻ അറിയാതെ എന്തേലും നമ്മളിടയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിങ്ങൾ അതിന്റെ തനി സ്വരൂപം കാണും. ഓ, നിന്റെ തനി സ്വരൂപം ഞാൻ കണ്ടതാണല്ലോ. ഇനിയും കാണാൻ ഞാൻ റെഡിയാണ്. മനുഷ്യ കൊച്ചു നിൽക്കുമ്പോഴാണ് നിനക്ക് പറയുന്നത്. മമ്മ, ഡാഡി മമ്മി സോപ്പിട്ട് പതപ്പിക്കുക. ദേ മനുഷ്യ, കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഇല്ല എന്റെ സ്വഭാവം മാറും. എന്ത് വാടി ഗൗരിക്കുട്ടി, നിന്റെ അമ്മ ഭയങ്കര കലിപ്പിലാണല്ലോടി. ആ, അതൊക്കെ ഡാഡി കെട്ടിപ്പിടിച്ച് റൂമ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡി ഗൗരി, എന്തൊക്കെയാടി പറയുന്നത്? കയറിപ്പോയ നീ അകത്തോട്ട്. ഓ, ഞാനൊരു സത്യം പറഞ്ഞല്ല അമ്മ. അതിനെന്തിനാ അമ്മ ചൂടാവുന്നത്? ഞാൻ പോയേക്കാവേ. നിങ്ങളുടെ ഇടയിലെ കട്ടുറമ്പിനി ഞാനാവുന്നില്ല. ബൈ ഡാഡി. ഇങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല.